മുനമ്പം ഭൂമി വിഷയത്തിൽ അടുത്ത മാസം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ. സാധാരണക്കാരായ ജനങ്ങൾ വർഷങ്ങളായി താമസിക്കുന്നവരാണെന്നാണ് കരുതുന്നത്. വഖഫ് ബോർഡിന്റെ മറുപടിക്ക് ശേഷം കളക്ടറേറ്റിൽ ഹിയറിംഗ് തുടങ്ങും. മുനമ്പം സന്ദർശനത്തിന് ശേഷമായിരുന്നു കമ്മീഷന്റെ പ്രതികരണം. ഇവിടെ എല്ലാവരും പറഞ്ഞത് ജനങ്ങളുടെ ഇവിടുത്തെ ദുരവസ്ഥ ഇപ്പോഴത്തെ പറഞ്ഞു മനസ്സിലാക്കി തന്നെ എനിക്കത് വളരെ ബോധ്യപ്പെട്ടു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഞാൻ ബോർഡ് കാണുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അവകാശങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താൽക്കാലികമായുള്ള കോടതി ഓർഡറുകൾ, തൽക്കാലം കരം മേടിക്കണ്ട, തൽക്കാലം മ്യൂട്ടേഷനൊന്നും നടത്തണ്ട എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഒരു കോടതിയും ഇത് വഖഫ് ഭൂമിയായിട്ട് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഫൈനൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രശ്നം ഒരു കോടതിയിൽ ദീർഘമായ തർക്കങ്ങൾ ഇല്ലാതെ തന്നെ തീർക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ സമരമൊക്കെ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. മാനുഷിക പരിഗണന വെച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഗവൺമെൻറ്റിനെ അവതരിപ്പിക്കും. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ചേർന്നു. ലിഡിയ, എന്താണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറയുന്നത്? അജിൻസ്, ഈ മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ആദ്യമായാണ് മുനമ്പം പ്രദേശം സന്ദർശിക്കുന്നത്. ഇന്ന് മുനമ്പത്തെ വിവിധ പ്രദേശങ്ങൾ, അതായത് തർക്ക ബാധിത പ്രദേശങ്ങളൊക്കെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനും ഒപ്പം തഹസിൽദാരും സബ് കളക്ടറും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സമരസമിതിയുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ അവരുടെ സമരസമിതിയുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവർ അധ്യക്ഷനുമായി ഉന്നയിച്ചു. ഒപ്പം അത് കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് സമരസമിതിയുമായി നടത്തി. ശേഷം ഈ സമരസമിതിയും ഒപ്പം വഖഫ് സംരക്ഷണ സമിതിയും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്ക് തങ്ങളുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് തങ്ങളുടെ ആവലാതികളും ഒപ്പം പ്രശ്നങ്ങളും വിശദീകരിച്ചുകൊണ്ട് നിവേദനം നൽകുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു കോടതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പ്രശ്നം പഠിച്ച് പരിഹരിച്ച് അടുത്ത മാസം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പറയുന്നത്. ഈ അടുത്ത ആഴ്ച വഖഫ് ബോർഡിന്റെ വിശദീകരണവും അവരുടെ മറുപടിയും കേട്ട ശേഷം ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ഹിയറിംഗിലേക്ക് കടക്കും. അടുത്ത ആഴ്ച ഇത്തരത്തിൽ കളക്ടറേറ്റിൽ വെച്ച് ഹിയറിംഗ് ഉണ്ടാകും. ആ ഹിയറിംഗിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. എത്രയും വേഗം തന്നെ, അതായത് അടുത്ത മാസം ഫെബ്രുവരി അവസാനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പറഞ്ഞത്. ശരി ലിഡിയ.